Can you see the screen? You can see the screen, right? Can you see the screen? Can you hear me? Am I mute? Yes. Okay. So we have find the number of years and number of months. Okay. Now we are going to find the number of days. അല്ലേ ഈ ഡേയ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് മാസം മാത്രം കൺസിഡർ ചെയ്താൽ മതി ഏത് വർഷത്തെ ഏത് മാസം മാത്രം കൺസിഡർ ചെയ്താൽ മതി we are going to consider only a month in a year. Which month in a year? ഇപ്പൊ നമ്മള് 2009 ഏപ്രിൽ 1 വരെ നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിച്ചു. ആ 2009 ഏപ്രിൽ 2 തൊട്ട് 2009 ഡിസംബർ 1 വരെ നമ്പർ ഓഫ് മന്ത്സ് കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമ്പർ ഓഫ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് ഡേയ്സ് എവിടെ തൊട്ട് ഏത് ഡേ തൊട്ട് ഏത് ഡേ വരെയുള്ള ഇത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോ നമ്പർ ഓഫ് മന്ത്സ് കാണാൻ വേണ്ടിയിട്ട് 2 ഏപ്രിൽ 2009 തൊട്ട് 1 ഏപ്രിൽ വരെ നോക്കി. 2009 എന്ന ഇയറിലെ 2 ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെ നോക്കി അല്ലേ? അങ്ങനെയാണ് നമുക്ക് 8 മന്ത്സ് കിട്ടിയത്. 2009 എന്ന ഇയറിലെ ഏപ്രിൽ മാസം തൊട്ട് ഡിസംബർ മാസം വരെ കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് 8 മന്ത്സ് കിട്ടി ഇല്ലേ? പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ആ 8 മന്ത്സ് കൊണ്ട് കാര്യം തീർന്നോ? ഇല്ല. when did he left the office? a company, sorry, when did he left the company? ആ കമ്പനിയിൽ എന്നാ പോയതെന്നാ? 25 ഡിസംബർ അല്ല 24 ഡിസംബർ 24 ഡിസംബറിനാണ് കമ്പനിയിൽ നിന്ന് ലെഫ്റ്റ് ആയത്. അപ്പോ നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് ഏത് ഡേ തൊട്ട് ഏത് ഡേ വരെ കൺസിഡർ ചെയ്താലേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ലാസ്റ്റ് എൻഡ് ഡേറ്റ് വരെ കൺസിഡർ ചെയ്യണം. ദാറ്റ്സ് ക്ലിയർ റൈറ്റ്? എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 24 ഡിസംബർ ആണ് അല്ലേ? നമ്പർ ഓഫ് ഡേയ്സ് ഫ്രോം ഡാഷ് ടു 24 ഡിസംബർ 2009. 24 ഡിസംബർ 2009 ആണ് കമ്പനിയിൽ നിന്ന് പോയത് അവൻ അല്ലേ? 24 ഡിസംബർ 2009 കമ്പനി പോയി. ഇപ്പൊ ഇവിടെ നോക്ക്, നമ്പർ ഓഫ് മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് കൺസിഡർ ചെയ്തത് 1 ഡിസംബർ 2009 അല്ലേ? അല്ലേ? നമ്പർ ഓഫ് മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഏപ്രിൽ 2009 ടു 1 ഡിസംബർ 2009 വരെ കൺസിഡർ ചെയ്തു. അതുവരെ 1 ഡിസംബർ 2009 വരെ നമുക്ക് 8 മന്ത്സ് കിട്ടി. ഇനി നമ്മൾ ഡേയ്സ് കണ്ടുപിടിക്കണമെങ്കിൽ 2 ഡിസംബർ 2009 തൊട്ട് എൻഡ് ഡേറ്റ് വരെ കൺസിഡർ ചെയ്താലേ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? ആരും തല കുലുക്കുന്നില്ലല്ലോ. മനസ്സിലായില്ല? ജോസി മനസ്സിലായോ? അതുൽനോ? ഓക്കെ. സോ ഇവിടെ 1 ഡിസംബർ 2009 വരെ കൺസിഡർ ചെയ്തപ്പോൾ 8 മന്ത്സ് കിട്ടി. ഇനി ഡേയ്സ് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെ തൊട്ടുള്ള കൺസിഡർ ചെയ്യുന്ന 1 ഡിസംബർ വരെ മാത്രമല്ലേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഒന്നിന് ശേഷം എത്രയോ ഡേയ്സ് അവിടെ ലെഫ്റ്റ് എന്താ പറയാ ഉണ്ട് ഇല്ലേ? 24 വരെ. ഡിസംബർ 1 ശേഷം 24 വരെയുള്ള ഡേയ്സ് ഇല്ലേ? 1 ശേഷം പറയുന്നത് 2 ഡിസംബർ. സെക്കൻഡ് ഡിസംബർ 2009 തൊട്ട് 24 ഡിസംബർ 2009 വരെ കൺസിഡർ ചെയ്താലേ നമ്മുടെ ആ ക്വസ്റ്റ്യന്റെ ഒരു കംപ്ലീറ്റ്നെസ് വരത്തുള്ളൂ. കാരണം നമ്മൾ ഇയേഴ്സ് കണ്ടുപിടിച്ചു, മന്ത്സ് കണ്ടുപിടിച്ചു, ഇനി കുറച്ച് ഡേയ്സ് മാത്രമേ നമുക്ക് വേണ്ടൂ.
ആ ഡേയ്സ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണോ എൻഡ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തത് അതിന് ശേഷമുള്ള ഡേറ്റ് തൊട്ട് നമ്മുടെ ആക്ച്വൽ അവൻ ആ കമ്പനിയിൽ നിന്ന് ലെഫ്റ്റ് ആയ ഡേറ്റ് വരെ നമ്പർ ഓഫ് ഡേയ്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക. എത്ര ഡേയ്സ് ഉണ്ട്? ഹൗ മെനി ഡേയ്സ് ആർ ദെയർ? ഒന്നരം തൊട്ട് ഡിസംബർ 24 ഡേറ്റ് തൊട്ട് അടുത്ത ഡിസംബർ 24 അങ്ങനെയാ. എടാ ഞാൻ ഒരു കാര്യം പറയാം, ഈ മന്ത്സിന്റെ പേര് എഴുതുമ്പോണ്ടല്ലോ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിക്കോട്ടോ. ഞാൻ ഈ പെട്ടെന്ന് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. ഞാൻ ഈ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, വാട്ട് ഡിഡ് യു സേ റൈറ്റ് നൗ? It's not clear for me. Can you say it again? ഇപ്പം ഡിസംബർ 24 ശേഷമില്ല ഉണ്ടാവുന്നത് ഡിസംബർ 25, 26, 27, 28, 29, 30, 31 7 ദിവസം. അത് നമ്മൾ മോനെ അതല്ല മോനെ, ഡിസംബർ 24 ശേഷം ഏത് ഡേറ്റ് വന്നാലും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അവൻ എത്ര ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? 24 വരെ അവൻ ആ ഓഫീസിൽ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ ഡിസംബർ 25, 26 അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ 24 ഡിസംബർ വരെയുള്ള ദിവസങ്ങൾ അവൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടില്ലേ? മനസ്സിലായോ? 2 ഡിസംബർ തൊട്ട് 24 ഡിസംബർ വരെ എത്ര ഡേയ്സ് അവൻ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു? നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? I am going to sneeze now. No. Okay. 2nd December 2000. It is in the same year, same month. Only days are different. Only the dates are different. Same year ആണ്, same month ആണ്. ഡേറ്റ് മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. ഡേറ്റ് എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ ആൻസർ പറഞ്ഞേ, നമ്പർ ഓഫ് ഡേയ്സ് എത്രയാന്ന്? ആദിത്യൻ, യു ക്യാൻ ടെൽ മീ ദ ആൻസർ. 22 days. 22 days. So December 3 തൊട്ട് 21 അല്ല മിസ്സേ? 24 ഡേയ്സ്. ഡിസംബർ 24 ഡേയ്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഡിസംബർ 1 വരെ 8 months അവിടെ പോയി. ഇനി 2nd ഡിസംബർ തൊട്ട് 24 വരെ ആവുമ്പോ 21 ഡേയ്സ് ആണ്. കാരണം ഇൻക്ലൂഡിങ് 2nd ഡിസംബർ അല്ലേ മോനെ? ഈ 2nd ഡിസംബർ തൊട്ട് എന്നല്ലേ പറഞ്ഞ ആദിത്യൻ? എന്ന് വെച്ചാല് 2nd ഡിസംബർ കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. 1 ഡിസംബറിനെ മാറ്റി നിർത്താം. അപ്പൊ എത്ര ഡേയ്സാ? 21 ആണോ? 22 ആണോ? 24 അല്ലേ? എടാ ലേലം വിളി അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ നോക്കും. ഡിസംബറിൽ 24 വരെ അവൻ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നു. ഡിസംബർ 24 വരെ അപ് ടു 24 ഡിസംബർ ഹി വാസ് ഇൻ ദ കമ്പനി till 24 ഡിസംബർ. അത് ക്ലിയർ അല്ലേ? ഓക്കെ. 2nd ഡിസംബർ തൊട്ട് 24 ഡിസംബർ വരെ എത്ര ഡേയ്സ് ഉണ്ട് വെച്ചാല് 1 ഡിസംബർ മാത്രമേ ഒഴിച്ചു നിർത്തുള്ളൂ. 2 ഡിസംബർ തൊട്ട് കൺസിഡർ ചെയ്യണം. 2 ഡിസംബർ is included. 23 days he was in the company. മനസ്സിലായോ? ആദിത്യന് മനസ്സിലായോ മോനെ? 22 മാറി 23 എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ലേ?
അറ്റ് 2nd ഡിസംബർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. 1st ഡിസംബർ നമ്മൾ ഈ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടത്തിൽ വന്നത് കൊണ്ട് അതിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അല്ലേ. നമ്പർ ഓഫ് മന്ത്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താ അപ് ടു 1st ഡിസംബർ 2009 വരെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്പർ ഓഫ് മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ 1st ഡിസംബർ ഒഴികെ 24 ഡിസംബർ വരെ എത്ര ഡേയ്സ് രണ്ടും ഇൻക്ലൂഡ് ചെയ്യണം, സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ അല്ലേ? ഇതേ ടൈപ്പ് ഒരു പ്രോബ്ലം കൂടെ വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. Yeah, second question seems to be the same question. Okay, fourth question. Josie, read the fourth question. Agila left for England on That's not 10th Agila, that's Alka. Okay, Alka left for England on 10th August 2009 and returned on 15 September 2010. For how long was he out of the country? Okay, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മേലത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? മേലത്തെ അതേ ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ ആണ് ഫീൽ ചെയ്തവരൊന്ന് കൈപൊക്കിക്കെ കാണട്ടെ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ, ജസ്റ്റ് ആ ഡേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ. ആദ്യത്തേൽ അവൻ എന്താ പറയാ കമ്പനിയിൽ ജോയിൻ ചെയ്ത കാര്യം പറയുന്നു, രണ്ടാമത്തേൽ കറങ്ങാൻ പോയ കാര്യം പറയുന്നു. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കുന്നതും തന്നിരിക്കുന്നതുമായ ഡേറ്റ സെയിം ആണ് അല്ലേ. സോ അൽക്ക ഇംഗ്ലണ്ടിന് പോയ ഡേറ്റ് ഏതാ? 10th August 2009. England on 10th August 2009 അല്ലേ. എന്നാ തിരിച്ചു വന്നത്? എന്നാ തിരിച്ചു വന്നത്? When did she return? 15 September 2000. 15 സെപ്റ്റംബർ. ഞാനിവിടെ ഷോർട്ട് ഫോം ഉപയോഗിക്കുന്ന യു ഷുഡ് നോട്ട് യൂസ് ഇറ്റ്. ഞാൻ ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, അത്രയും സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച ഷോർട്ട് ആയിട്ട് എഴുതുന്നത് കേട്ടോ. യു ഷുഡ് റൈറ്റ് ഇറ്റ് പ്രോപ്പർലി. The first letter of month should be in capital. Returned on 15th September 2010 അല്ലേ. So look at the question. Start date is 10th August 2009. End date is 15th September 2010. 2009 10 ആണ് അല്ലേ. It is in different years. 2009 10 ആയതുകൊണ്ട് ഡിഫറെന്റ് ഇയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യേണ്ടത് ഓഗസ്റ്റ് സെപ്റ്റംബർ, ഇവിടെ സെപ്റ്റംബർ ആണ് അല്ലേ. എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത്, എൻഡ് ഡേറ്റിലെ മന്ത് എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. സ്റ്റാർട്ട് ഡേറ്റിലെ മന്ത് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് സെപ്റ്റംബറിന് മുമ്പേ വരുന്നതായതുകൊണ്ട് എന്തായാലും മന്ത്സും അല്ല ഇയർ കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായോ? എൻഡ് ഡേറ്റില് സെപ്റ്റംബർ ആണ്, സ്റ്റാർട്ട് ഡേറ്റില് ഓഗസ്റ്റ് ആണ്. ഈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബറിന് മുമ്പേ വരുന്നതാണ്. ഈ 2009 10 അടുത്താവുമ്പോ ചിലപ്പം 1 ഇയർ ഉണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2009 and 10 അടുത്തല്ലേ. സോ 1 ഇയർ മാത്രമല്ല, ചിലപ്പോൾ ചില കേസിൽ ഫ്യൂ മന്ത്സ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഒരു എക്സാമ്പിള് സെപ്റ്റംബർ, ഡിസംബർ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. ഡിസംബർ, ഇപ്പൊ അവള് പോയത് 10th December 2009 ആണെങ്കിൽ
സെപ്റ്റംബർ നോക്കുമ്പോ കുറച്ച് മാസങ്ങളല്ലേ വരുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇവിടെ ഇയർ കണ്ടുപിടിക്കാൻ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, സപ്പോസ് ആൾക്ക 10th ഡിസംബറിലാണ് പോയതെങ്കിൽ 2009 ആണ് പോയതെങ്കിൽ 15th സെപ്റ്റംബറിന് തിരിച്ചു വന്നു എന്ന് കരുതാണ് 2010. നോക്ക്, 2009 ഡിസംബർ എന്ന് പറയുന്നത് 2010 ഒരു മാസം മുമ്പല്ലേ? ഒരു മാസം കംപ്ലീറ്റ് ഇല്ല അല്ലേ? 2009 ഡിസംബർ കഴിഞ്ഞ 2010 ജാനുവരി അല്ലേ വരാ? മനസ്സിലായോ? 2009 ഡിസംബർ കഴിഞ്ഞാൽ വരുന്നത് 2010 ജാനുവരി. കറക്റ്റ് ആണോ? നെക്സ്റ്റ് മന്ത് ഏതാ? 2009 ഡിസംബർ കഴിഞ്ഞ് വരുന്നത് ഏത് വർഷത്തെ ഏത് മന്ത് ആണ്? കേൾക്കുന്നുണ്ടോ നിങ്ങക്ക്? ജോസി, പ്ലീസ് അൺമ്യൂട്ട്. ഇത് 2009 ഡിസംബർ ആണ് എങ്കിൽ നെക്സ്റ്റ് മന്ത് എന്തായിരിക്കും? നെക്സ്റ്റ് മന്ത് 2010 ആയിരിക്കും. 2010 ജനുവരി. ഓക്കെ ഓക്കെ. 2009 ഡിസംബർ ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് 2010 ജനുവരി ആയിരിക്കും അല്ലേ? അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ കൺസിഡർ ചെയ്യുമ്പോൾ 9 മന്ത്സേ വരുന്നുള്ളൂ. ഈ 2009ഉം 10ഉം അടുത്തടുത്ത് വരുമ്പോ എന്താന്ന് വെച്ചാല് ഈ കൺസിഡർ നമ്മൾ നോക്കേണ്ടത് ഈ എൻഡ് ഡേറ്റിലെ മന്ത് സ്റ്റാർട്ട് ഡേറ്റിലെ മന്തിന് ശേഷമാ വരുന്നതെങ്കിൽ ഓക്കെ. പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. ഓക്കെ, ലിസൺ. നോക്ക്, 15 സെപ്റ്റംബർ 2010 അല്ലേ നമ്മുടെ എൻഡ് ഡേറ്റ്? അവള് റിട്ടേൺ ചെയ്ത ഡേറ്റ് അതല്ലേ? അത് സെപ്റ്റംബർ ആണ്. നമ്മൾ അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ടത് സ്റ്റാർട്ട് ഡേറ്റ് ആണ് 10th ഓഗസ്റ്റ്. ഈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബറിന് മുമ്പാണോ ശേഷമാണോ നോക്കാം. മുമ്പാണെങ്കിൽ there will be 1 year. എന്തായാലും ഓക്കെ, മുമ്പാണെങ്കിൽ എന്തായാലും നമ്മൾ ഇയർ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, let's find out number of years from ഓഗസ്റ്റ് 2009 തൊട്ട് 9th ഓഗസ്റ്റ് 2010 വരെ എത്ര ഇയേഴ്സ് ഉണ്ട്? How many years? എന്താ ഭയങ്കര ചിരി അവിടെ ജോസി? ഓഗസ്റ്റ് 2009 തൊട്ട് 9th ഓഗസ്റ്റ് 2010 വരെ എത്ര ഇയർ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഓഗസ്റ്റ് നമ്മൾ ഇയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. പറയും. അത് കാണാൻ സിംപ്ലി ഞാൻ അതിന്റെ ഇക്വേഷൻ അടക്കം എഴുതി തന്നിട്ടുണ്ട്. യു ജസ്റ്റ് ഹാവ് ടു ഡു ദി കാൽക്കുലേഷൻ ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. യു ഡോണ്ട് നീഡ് മച്ച് ടൈം ഫോർ ദാറ്റ്. ഓൺലി സെക്കൻഡ്സ്. ഹൗ മെനി ഇയേഴ്സ്? എത്ര ഇയർ ഉണ്ട് അതുൽ? 1 year. 1 year only.
Okay, now we are going to find the number of what? എന്താ കാണാൻ പോകുന്നേ ഗ്രേസ്? Now what we have to find? പറയൂ. നമ്മളിപ്പോ ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ബിയില് ഫോർത്ത് ക്വസ്റ്റ്യൻ. അതില് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയ ഒന്ന്. Alka left for England on 10th August 2009 and returned on 15th September 2010. For how long was she out of the country? Alka 10th August 2009 ഇംഗ്ലണ്ടിലേക്ക് പോയി. 15th September 2010 തിരിച്ചു വന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര നാള് അവള് യാത്ര ചെയ്തു എന്നതാണ്. ആ ഡ്യൂറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് 10th August 2009 തന്നിട്ടുണ്ട്. തിരിച്ചു വന്ന ദിവസമാണ് 15th September 2010. അപ്പൊ ഈ രണ്ട് ഡേറ്റ്സിനിടയ്ക്ക് എത്ര നാള് അവള് യാത്ര ചെയ്തു എന്ന് കണ്ടുപിടിക്കാം. നമ്മുടെ രാജ്യത്തിന് വെളിയിൽ എത്ര നാൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ഫസ്റ്റ് ഞാൻ അവിടെ എത്തിയിട്ടില്ല കുട്ടി. ഞാൻ അവിടെ എത്തിയിട്ടില്ല. നിങ്ങൾ ഇവിടെ വരെ ആ 1 year കൺസിഡർ ചെയ്യുന്നവർ വരെ നോക്കി എടുത്താൽ മതി. അതിനുശേഷമുള്ളത് എഴുതണ്ട. ഞാൻ the number of years from 10th August 2009 to 9th August 2010 വരെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തെത്തിയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. Only 3 lines you have to write. These 3 lines. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് see, start date is in 2009, end date is on 2010. അപ്പോൾ 2009 2010 ആണ്. സ്റ്റാർട്ട് ഡേറ്റ് 2009 ആണ്, എൻഡ് ഡേറ്റ് 2010 ആണ്. അപ്പോൾ ഇവർ തമ്മിൽ 1 ഇയറിന്റെ ഡിഫറൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 2009 10 തമ്മിൽ അധികം ഡിഫറൻസ് ഇല്ലല്ലോ. ഒന്നെങ്കിൽ 1 ഇയർ ഉണ്ടാവാം, അല്ലെങ്കിൽ 1 ഇയർ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ എൻഡ് ഡേറ്റിലെ മന്ത് നോക്കാം. എൻഡ് ഡേറ്റിലെ മന്ത് സെപ്റ്റംബർ ആണ് അല്ലേ? ഇനി നമ്മൾ സ്റ്റാർട്ട് ഡേറ്റ് നോക്കാം. സ്റ്റാർട്ട് ഡേറ്റ് നോക്കുമ്പോൾ സെപ്റ്റംബറിന് മുമ്പുള്ള മന്താണ് സ്റ്റാർട്ട് ഡേറ്റിൽ വരുന്നത്. സെപ്റ്റംബറിന് മുമ്പ് ഓഗസ്റ്റ് ഒക്കെ സെപ്റ്റംബറിന് മുമ്പിൽ വരുന്നല്ലേ അല്ലേ? സെപ്റ്റംബറിന് മുമ്പുള്ള മാസങ്ങളാണ് സ്റ്റാർട്ട് ഡേറ്റിൽ വരുന്നതെങ്കിൽ നമ്മൾ അവിടെ there is a difference of 1 year. അവിടെ ഒരു 1 year ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ആ 1 year കാണാൻ വേണ്ടി ജസ്റ്റ് 2010 മൈനസ് 2009 ചെയ്താൽ മതി. ഇനി സെപ്റ്റംബറിന് ശേഷമാണ് വരുന്നത് എങ്കിൽ 1 ഇയറിന്റെ ഡിഫറൻസ് ഉണ്ടാവില്ല. മന്ത്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്യൂ മന്ത്സ്, 11 മന്ത്സോ 10 മന്ത്സ് 9 മന്ത്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. അതാണ് ഡിഫറൻസ്. അത് ഞാനൊരു ജസ്റ്റ് ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഫ്രം 10th August 2000 to 9th August 2010 1 ഇയർ ഡിഫറൻസ് ഉണ്ട്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞേ? ഇയർ നമ്മൾ കണ്ടുപിടിച്ചു. Now we have to find what? Now we have to find ഇയർ കഴിഞ്ഞ പിന്നെ നമുക്ക് വേറെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ? months. Yeah. Now we are going to find the number of months. Number of months from 9th August 2010 to 1st December, not 1st December, sorry. 2010 to September.
സെപ്റ്റംബർ എഴുതാൻ വരട്ടെ, ഞാൻ ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യട്ടെ. നമ്പർ ഓഫ് മന്ത്സ് ഫ്രം 10th August to 9th September. ഓക്കെ, 9th August വരെ നമ്മൾ ഇയർ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇയർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്തു. ഇനി മന്ത്സ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ തൊട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ 10th August തൊട്ട്, ഇതിന്റെ നെക്സ്റ്റ് ഡേറ്റ് തൊട്ട് 10th August 2010 തൊട്ട് സെപ്റ്റംബർ ആണ് നമ്മുടെ എൻഡ് ഡേറ്റ്. സെപ്റ്റംബറിനേക്കാളും ഈ 10th Augustനേക്കാളും ഒരു ഡേ കുറവായി 9th September 2010 വരെ നമ്മൾ നമ്പർ ഓഫ് മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എത്ര മാസമുണ്ട്? എത്ര മാസമുണ്ട്? August തൊട്ട് 10th August 2010 തൊട്ട് 9th September 2010 വരെ എത്ര മാസം ഉണ്ട്? എത്രയുണ്ട്? how many months? മിസ് 9 അല്ലല്ല 15 അല്ലേ? നോക്ക്, 15th നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നില്ല, മന്ത് കൺസിഡർ ചെയ്യുന്ന ഒരു ഡേറ്റ് തൊട്ട് മറ്റൊരു ഡേറ്റ് വരെ അല്ലേ നമ്മളത് നോക്കാം. ഒരു സ്പെസിഫിക് ഡേറ്റ് തൊട്ട് മറ്റൊരു ഡേറ്റിന് ഒരു ഡേ കുറയുന്ന വെച്ച് നമ്മളത് കൺസിഡർ ചെയ്യുന്നത് അല്ലേ? ഓഗസ്റ്റ് 10 കഴിഞ്ഞു, സെപ്റ്റംബർ 10 വരേക്ക് എത്ര മാസവും? സെപ്റ്റംബർ 9th വരേക്ക് ആവുമ്പോ എത്ര മാസവും? ഓഗസ്റ്റ് കഴിഞ്ഞ് ഏത് മാസം വരുന്നേ? സെപ്റ്റംബർ. ആദിത്യൻ ഓക്കെ, ഓഗസ്റ്റ് കഴിഞ്ഞ് വരുന്ന സെപ്റ്റംബർ ആണ്. അപ്പൊ നമ്മുടെ അത് നമുക്ക് ഇത് 2010 ആണ്, ഇയേഴ്സ് സെയിം ആണ്. ഓഗസ്റ്റ് കഴിഞ്ഞ് വരുന്ന മാസമാണ് സെപ്റ്റംബർ. അപ്പോ അവർ തമ്മിൽ എത്ര മാസത്തെ ഡിഫറൻസ് ഉണ്ട്? ഓഗസ്റ്റ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് മാസം തന്നെയാണ് സെപ്റ്റംബർ അല്ലേ? അപ്പം നമ്പർ ഓഫ് മന്ത്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലേ? ഒരു മന്ത് അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. നോക്ക്, എത്ര ഡേയ്സ് ഉണ്ട്? സെപ്റ്റംബർ 9th വരെ നമ്മൾ മന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അതിന് ശേഷമുള്ള ഡേറ്റ് വേണം നമുക്ക് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ സെപ്റ്റംബർ 10th തൊട്ട് സെപ്റ്റംബർ 5th വരെ ഇറ്റ് ഈസ് ഇൻ സെയിം ഇയർ സെയിം മന്ത്, ഓൺലി ഡേയ്സ് ആർ ഡിഫറെന്റ് അല്ലേ? 10th 15th. അപ്പൊ അത് തമ്മിൽ എത്ര ഡേയ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? 10 കഴിഞ്ഞ 15 വരെ 11, 12, 13, 14, 15. അപ്പൊ എത്ര ഡേയ്സ് ഉണ്ട്? ഇവര് തമ്മിൽ എത്ര ഡേയ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? ഈ രണ്ട് ഡേറ്റ് തമ്മിൽ എത്ര ഡേയ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? ഒരു മാസത്തിലെ 10ഉം 15ഉം തമ്മിൽ എത്ര ഡേയ്സിന്റെ ഡിഫറൻസ് ഉണ്ട്?
അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയണേ. നിങ്ങൾ നോക്ക്, ഇന്ന് 13 ഏപ്രിൽ 13 അല്ലേ? ഏപ്രിൽ 17 13 തമ്മിൽ എത്ര ഡേയ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? ഏപ്രിൽ 17 ആവാൻ നമ്മൾ എത്ര ഡേയ്സ് കാത്തിരിക്കണം? ഡേയ്സ് കാത്തിരുന്നാൽ നമുക്ക് ഏപ്രിൽ 17 അതേപോലെ തന്നെയല്ലേ ഇത് നമ്പർ ഓഫ് ഡേയ്സ്? 10th സെപ്റ്റംബർ തൊട്ട് 15 സെപ്റ്റംബർ വരെ എത്ര ഡേയ്സ്? 5 days, sir. 5 days. ഒന്നും കൂടി പറഞ്ഞ ഏപ്രിൽ ഞാൻ പറയാം. ഓക്കെ, ഇതിനകത്ത് ഒരു ഡിഫറൻസ് ഉള്ളത് വെച്ചാല് ഇപ്പൊ ഇന്ന് നമുക്ക് ഏപ്രിൽ 13 അല്ലേ? ഈ ലോജിക് അല്ല, അതിൽ ചെറിയൊരു ഡിഫറൻസ് വരും, എന്നാലും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇന്ന് ഏപ്രിൽ 13 ഏപ്രിൽ 17 ആവാൻ നിങ്ങൾക്ക് എത്ര ഡേയ്സ് കാത്തിരിക്കണം? ഇന്ന് കൂടാതെ എന്ന് പറയുമ്പോൾ ഇന്ന് കൂടാതെ, ഇന്ന് കൺസിഡർ ചെയ്യാതെ എത്ര ഡേയ്സ് കാത്തിരുന്നാലും ഏപ്രിൽ 17 ആവാം? 4 ദിവസം കാത്തിരുന്നാൽ ഏപ്രിൽ 17 ആയല്ലോ അല്ലേ? അതേപോലെ തന്നെ സെപ്റ്റംബർ 10 2010 സെപ്റ്റംബർ 10th തൊട്ട് 15th വരെ എത്ര ഡേയ്സ് ഉണ്ടെന്ന് പറയാം. പക്ഷെ അതിൽ ഒരു ഡിഫറൻസ് വെച്ചാൽ ആ 10th കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, കൺസിഡർ ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. 6 days. അതെന്താ ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ മന്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോ 9th സെപ്റ്റംബർ വരെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 10th ഡിസംബർ എന്ന് പറഞ്ഞ ഡേ കൂടി കൺസിഡർ ചെയ്യണ്ടേ? നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ 10th ഡിസംബർ എന്ന് പറഞ്ഞ ഡേ അവിടെ കൺസിഡർ ചെയ്തത്. മനസ്സിലായോ? മനസ്സിലായില്ലേ? Any doubt? It's clear to you, right? Okay. Yeah. The 5th question is for you. I can't do that for you, okay? It's about your age. I don't know your date of birth and all. You have to find it, okay? You have to take it as a homework and find the answer. You have to find your age in years, months and days. All of you know your date of birth, right? നിങ്ങൾ ജനിച്ച ദിവസം അറിയില്ലേ? സോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ട് ഇന്നില്ലേ ഏപ്രിൽ 13th വരെ എത്ര ഇയർ, എത്ര മന്ത്സ്, എത്ര ഡേയ്സ് എന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. സെയിം ലോജിക്. ഇറ്റ്സ് എ ഹോംവർക്ക് ഫോർ യു. എല്ലാവരും ചെയ്യണേ. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ ജനിച്ചിട്ട് എത്ര വർഷമായി, എത്ര മാസമായി, എത്ര ഡേയ്സ് ആയി നിങ്ങൾക്ക് അറിയാലോ. കണ്ടുപിടിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിട്ട് എത്ര വർഷമായി, എത്ര മാസമായി, എത്ര ഡേയ്സ് ആയി എന്ന് കണ്ടുപിടിക്കേ. അത്രയും നാളായി നിങ്ങൾ ഈ ലോകത്ത് വന്നിട്ട്. വലിയ കിണിയൊന്നുമില്ല, ഇതേ മെത്തേഡിൽ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. എന്തോ ആദ്യം 10 ഗുണിക്കണം, അല്ല 8 ഗുണിക്കണം 365 കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ 2 ഗുണിക്കണം ലീപ് ഇയർ 2 കൂട്ടം വന്നു. അന്നേരം 300 അങ്ങനെ ചെയ്താ പോരെ?
നീ എങ്ങനെയാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണം. അതുകൊണ്ട് ഈ വേ എഴുതിയിട്ട് വേണം ചെയ്യാൻ. എല്ലാവരും ബിയില് 5th ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. എത്ര വർഷമല്ല എത്ര ദിവസമായിട്ട് അനുസരിച്ച് അത് എഴുതണ്ടേ? നമ്പർ ഓഫ് ഇയേഴ്സ്, മന്ത്സ് ആൻഡ് ഡേയ്സ് ഇതെല്ലാം കണ്ടുപിടിക്കണം. നിങ്ങൾ ഈ ലോകത്ത് വന്നിട്ട് എത്ര ഈ വർഷമായി, എത്ര മാസമായി, എത്ര ഡേയ്സ് ആയി. ചെയ്യൂലേ ഇത്? നിങ്ങൾക്ക് അറിയാനൊരു ഇൻട്രസ്റ്റ് ഇല്ലേ? നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലേ? സോ യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ? 10 വർഷമായി. You know the years, but do you know the months and days? അതുകൂടെ കണ്ടുപിടിക്കുക. അതില് പിന്നെ 6 and 7 ഓൾമോസ്റ്റ് സെയിം. ജസ്റ്റ് ട്രൈ ടു ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക്. നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ഉറപ്പായിട്ടും ചെയ്തു തരും. പക്ഷെ നിങ്ങളത് വീട്ടിൽ നിന്ന് ചെയ്യാൻ ട്രൈ ചെയ്യണം. സോ 5, 6, 7 and 7 നിങ്ങളത് കണ്ടുപിടിച്ച് ആൻസർ കണ്ടുപിടിച്ചിട്ട് വരണം. തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം അല്ലേ? പക്ഷെ നിങ്ങളത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം കേട്ടോ. വി ആർ ഫോളോയിങ് ദ സെയിം മെത്തേഡ് ഇൻ ദ ക്വസ്റ്റ്യൻ 3 and 4 അതേ മെത്തേഡ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. സോ നിങ്ങൾ ഇന്ന് 3 and 4 ഞാൻ ചെയ്തു തന്നില്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റർ ആണ്. 5, 6, 7 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഡൗട്ട് ഒന്നും ഇല്ലാതെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇൻ കേസ് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, നെക്സ്റ്റ് ക്ലാസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. പക്ഷെ ട്രൈ ചെയ്യാതെ ഒരാൾ പോലും ക്ലാസ്സിൽ വരരുത്. ഞാൻ എല്ലാവരോടും അവരവർക്ക് കിട്ടിയ ആൻസർ ചോദിക്കും. അതിനുശേഷം മാത്രമേ ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. കാരണം നിങ്ങൾ ട്രൈ ചെയ്തു എന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരത്തുള്ളൂ കേട്ടോ. യു ഹാവ് ടു ട്രൈ ടു ഫൈൻഡ് ദ ആൻസർ. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി കറക്റ്റ്. അത് കറക്റ്റ് ആവണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങളത് ജസ്റ്റ് ട്രൈ ചെയ്യണം. ഓക്കെ? എന്ന് വെച്ച് പൊട്ടത്തെറ്റിന് വേണ്ടിയിട്ട് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് ഐഡിയ ആണോ കിട്ടിയത് ആ ഐഡിയ വെച്ചിട്ട് നിങ്ങളത് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ടൊന്ന് ചെയ്താൽ മതി. അടുത്ത ക്ലാസ് 1 o'clock ചെയ്ത് കഴിയണ്ടേ? നെക്സ്റ്റ് ക്ലാസ് ഇന്ന് ജയശ്രീ മിസ്സിന്റെ ക്ലാസ്സിലെ മോനെ മാത്സ് മിസ് ഇന്ന് ലീവാണ്. നിങ്ങൾ എന്റെ ക്ലാസ്സിന് നാളെ ലീവാണ്. ഞാൻ നിങ്ങൾക്ക് ഇനി തേഴ്സ്ഡേ അല്ലേ വരുന്നേ? ഓക്കെ, തേഴ്സ്ഡേ. ഓക്കെ, നാളെ വിഷു ആണ്. നാളെ വിഷു ആയതുകൊണ്ട് പകല് ബിസി ആയിരിക്കും. നിങ്ങൾ മടിയന്മാരായതുകൊണ്ട് നിങ്ങൾ പകൽ ചെയ്യുന്ന എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷെ രാത്രി ഇരുന്ന് ചെയ്യണം നാളെ. വിഷുവിന് ശേഷം വിഷുവിന്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് ചെയ്യാം. തേഴ്സ്ഡേ എനിക്ക് ക്ലാസ് ഇല്ലേ? നിങ്ങളുടെ ക്ലാസ്സിന്റെ മാത്സ് ഇല്ലേ? അപ്പൊ നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തന്നാൽ മതി. പിന്നെ ഏതെങ്കിലും ഒക്കെ പീരീഡ് ഫ്രീ കിട്ടുമ്പോ ഞാൻ വരും കേട്ടോ. ഞാനത് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും. നമുക്ക് പെട്ടെന്ന് പോർഷൻ തീർക്കാം. കിട്ടുന്ന പീരീഡ് വേസ്റ്റ് ആക്കാതെ. എന്തായാലും നാളെ ലീവാണ്, നാളത്തെ ക്ലാസ് കിട്ടൂല. ഞാൻ